നമ്പർ 1 ഇൻഡസ്ട്രി ഇൻ 2025 ഇൻ ഇന്ത്യ. ഗൂഗിൾ പറയുന്നു, എക്കണോമിക് ടൈംസിൽ വന്ന ആർട്ടിക്കിൾ പറയുന്നുണ്ട് 18.1 മില്യൺ ആളുകൾ, അതായത് ജോലി സാധ്യതകളോ വരുമാന മാർഗമോ ഒന്നുമില്ലാതെ പലർക്കും ഒരു വരുമാന മാർഗം നേടിക്കൊടുക്കാനും അവരൊരു ഓൺട്രപ്രണർ ആവാനും അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് വിത്തിൻ 1 ഇയറിനുള്ളിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വരുമെന്നാണ് പറയപ്പെടുന്നത്. ഹലോ, വിത്തിൻ 1 ഇയറിനുള്ളിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. 18.1 മില്യൺ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്, റൈറ്റ്? അതായത് യൂത്ത് എംപവർമെന്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് യൂത്ത്സിന് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇനി ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ പറയുന്നത് ബേബി ബൂമിംഗ് പീരീഡ് എന്നാണ് പറയുന്നത്. അതായത് അധികം ആളുകളുടെ പ്രായം എന്ന് പറയുന്നത് 20 to 30 വയസ്സിനകത്താണ്. അപ്പൊ ഈ സമയത്താണ് എല്ലാവരും ഏൺ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ പൊട്ടൻഷ്യൽ ഇവിടെ വളരെ കൂടുതലാണ്. എല്ലാവർക്കും ഡയറക്ട് സെല്ലിങ്ങിനകത്ത് വരാനും ഏൺ ചെയ്യാനും ഉള്ള ആഗ്രഹം, ഒരു ഓൺട്രപ്രണർ ആവാനും ഒരു എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പൊ യൂത്ത് എംപവർമെന്റിനെയും അതുപോലെ തന്നെ വുമൺ എംപവർമെന്റിനെയും ഫോക്കസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കും ഡയറക്ട് സെല്ലിംഗ്. എങ്ങനെയാണ് വുമൺ എംപവർമെന്റ്? ഇപ്പൊ നമുക്ക് FMCG പ്രോഡക്ട്സ് ഉണ്ടെന്ന് കരുതുക കമ്പനിയിൽ. ഈ FMCG പ്രോഡക്ട്സിനെ കുറിച്ച് ജെൻസ് പറയുന്നതിനേക്കാൾ വുമൺസ് പറയുമ്പോഴായിരിക്കും കൂടുതൽ അതിന് പവർഫുൾ ആയിട്ട് ആളുകൾക്ക് എത്തുന്നത്, അല്ലെ? അവരാ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ലേ. ആൻഡ് അതുപോലെ തന്നെ ഇന്ന് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഓൺലൈനിൽ കൂടി തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യാനും വീട്ടിലുള്ള കാര്യങ്ങളും ജോലികളും എല്ലാം ഫാമിലിയൊക്കെ നോക്കിയതിനു ശേഷം ബാക്കിയുള്ള സമയം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കൊടുക്കാനും, ആരുടെ കീഴിലും ജോലി നോക്കാതെ അല്ലെങ്കിൽ രാവിലെ ടു വൈകുന്നേരം വരെ ഒരു മിഷ്യൻ പോലെ പണിയെടുക്കാതെ തനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമോ ആ സമയത്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കൊടുക്കാൻ പോസിബിലിറ്റീസ് ഇന്ന് വുമൺസിന് അധികമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിക്കകത്തുണ്ട്. ഞാൻ എപ്പോഴും പറയും വുമൺസ് ആർ ദ റൂട്ട്സ് ഓഫ് ദി ഫാമിലി. റൂട്ട്സ് നന്നായിരുന്ന ഫ്രൂട്ട്സ് നന്നായിരിക്കുമല്ലോ, അങ്ങനെയാണല്ലോ. ഫ്രൂട്ട്സ് ബെറ്റർ ആണെങ്കിൽ ഫ്രൂട്ട്സും ബെറ്റർ ആയിരിക്കും, അല്ലെ? അപ്പൊ വുമൺസിന് ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും പറയും ഒരു ഫാമിലിക്കകത്ത് രണ്ടുപേർക്കും, ഹസ്ബൻഡിനും വൈഫിനും ഇൻകം ഉണ്ടെങ്കിലേ ഇന്ന് ഒരു ഫാമിലി റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ മാക്സിമം. അല്ലെങ്കിൽ ഹസ്ബൻഡിന് നല്ലൊരു ഇൻകം വേണം, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫാമിലി റൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇന്ന് വുമൺസിന്റെ കയ്യിൽ കാശ് വരാനും അവർക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫാമിലി വളരെ ഹെൽത്തി ഫാമിലി ആയിരിക്കും എന്നാണ് സർവേ പറയുന്നത്. ഇതൊക്കെ എടുത്തു പറയാനുള്ള കാരണം പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ, താല്പര്യമുള്ളവരെ റിക്രൂട്ട്മെന്റ് ചെയ്യാൻ കഴിയണം, നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. മൂന്നാമത് ബിൽഡിംഗ് ആൻഡ് മാനേജ്മെന്റ് ആണ്. ഈ റിക്രൂട്ട്മെന്റ് ഇപ്പൊ പലരും പറയുന്നത് ജോയിനിങ് ഒന്നും വലുതായിട്ടൊന്നും നടക്കുന്നില്ല സാറേ, വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് പേരെടുത്ത് സംസാരിക്കുന്നു, ആരും ജോയിൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയും കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ജോയിനിങ് വളരെ സിമ്പിൾ ആയിട്ട് നടക്കുന്നുണ്ടാവും. ഈ ജോയിൻ ചെയ്ത ആളുകളെ എങ്ങനെ ബിൽഡ് ചെയ്യണം, മാനേജ് ചെയ്യണം എന്നതിലാണ്, അതായത് പീപ്പിൾ മാനേജിങ് സ്കിൽ ഇവിടെ ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ ആരൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നു അവർക്കൊക്കെ ഈ ബിസിനസ്സിൽ വിജയം ഉറപ്പാം. എങ്ങനെയാണ് ബിൽഡിംഗ് ആൻഡ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്? അപ്പം ഇവിടെ ഒരു വലിയൊരു ടീം നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ 2 രീതിയിൽ 2 ഓപ്ഷനേ ഉള്ളൂ. സ്റ്റെപ്പ് നമ്പർ 1 റിക്രൂട്ടിംഗ് ആണ്. ഒരുപാട് പേരെ സ്പോൺസർ ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. 2 റീറ്റെയിൻ ചെയ്യുക, ജോയിൻ ചെയ്ത ആളുകളെ റീറ്റെയിൻ ചെയ്യിപ്പിക്കുക. ശരിയല്ലേ? റിക്രൂട്ടിങ്ങും റീറ്റെയിനിങ്ങും വരുമ്പോഴേ ഇവിടെ ഒരു ടീം നമുക്ക് സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ, റൂൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ S3 എന്നാണ് പറയുന്നത്. ഈ റൂളിനെ S3 റൂൾസ് എന്നാണ് പറയുന്നത്. റിക്രൂട്ടിംഗ് എന്താണ്? ഞാൻ എൻ്റെ ഒരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കാൻ പാടില്ല, എപ്പോ ചിന്തിക്കണം, എപ്പോ ചിന്തിക്കാൻ പാടില്ല, എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാൻ പാടില്ല, എന്തിന് സംസാരിക്കണം, എന്തിന് സംസാരിക്കാൻ പാടില്ല, എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കാൻ പാടില്ല, എപ്പോ സംസാരിക്കണം, എപ്പോ സംസാരിക്കാൻ പാടില്ല, എന്തിന് റിയാക്ട് ചെയ്യണം, എന്തിന് റിയാക്ട് ചെയ്യാൻ പാടില്ല, ആരോട് റിയാക്ട് ചെയ്യണം, ആരോട് റിയാക്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു 20 വയസ്സായ ഒരു ചെറുപ്പക്കാരന് അറിയാം. പക്ഷെ 60 വയസ്സായ വ്യക്തിക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ ആരാണ് മെച്യൂർ ആയ ആളെന്ന് നോക്കിയാൽ 20 വയസ്സായ ചെറുപ്പക്കാരനാണ് മെച്യൂർ ആയിട്ടുള്ള പേഴ്സൺ. ശരിയല്ലോ? 60 വയസ്സായിട്ടും
എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം ഒരു പിടുത്തവും ഇല്ലെങ്കിൽ അവർക്കൊരിക്കലും മെച്യൂരിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുക ഏജ് ഈസ് എ ബയോളജിക്കൽ നമ്പർ എന്നല്ലേ. ഏജിലൊന്നും കാര്യമില്ല, മെന്റൽ ഏജിലാണ്, മെന്റൽ ഏജിൽ മാത്രമാണ് കാര്യമുള്ളത്. ഹലോ, എങ്കിലെ ടീമിനെ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ ഫോം. ഈ ബിസിനസ്സിൽ ഒരാൾ പാർട്ട് ടൈമർ ആയിട്ട് ശക്തമായിട്ട് ഇറങ്ങുകയാണെങ്കിൽ വളരെ വേഗത്തിലായിരിക്കും ടീം വരുന്നത്. മന്ത് 1, ഫസ്റ്റ് മന്ത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും രണ്ടുപേരും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1+1 2 ശരിയല്ലേ? സെക്കൻഡ് മന്ത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തും ചേർന്ന് വേറെ ഒരാളെ സ്പോൺസർ ചെയ്യണം, ഓരോരുത്തരെ സ്പോൺസർ ചെയ്യാൻ തീരുമാനിച്ചു 4 പേരെ. മൂന്നാമത്തെ മാസം, കഴിഞ്ഞ മാസമുള്ള നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും എല്ലാവരും ചേർന്ന് വീണ്ടും ഓരോരുത്തരെ സ്പോൺസർ ചെയ്യുന്നു, അങ്ങനെ 8 പേരായി. അങ്ങനെ 12ാമത്തെ മാസം ആയപ്പോൾ തന്നെ 4096 പേര് വന്നു നെറ്റ്വർക്കിനകത്ത്. ഹലോ, സൂപ്പർ അല്ലേ? അയ്യോ, നമുക്ക് അങ്ങനത്തെ ടാലന്റ് ഒന്നും ഇല്ല. നിങ്ങൾ സംസാരിക്കുന്ന ടാലന്റ് ഒക്കെ, നിങ്ങൾക്ക് നല്ല ടാലന്റ് അല്ലേ സംസാരിക്കാൻ? ഈ ടാലന്റിനും സ്കില്ലിനും എന്താണ് ഡിഫറൻസ് ഉള്ളത്? നിങ്ങൾ ആരെങ്കിലും പ്രസന്റേഷൻ ടാലന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? സെയിൽസ് ടാലന്റ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അങ്ങനെ ഒരു പ്രോഗ്രാം ഇല്ല. പ്രസന്റേഷൻ സ്കില്ലേ ഉള്ളൂ, സെയിൽസ് സ്കില്ലേ ഉള്ളൂ. എന്താണ് ഈ സ്കില്ലിനും ടാലന്റിനും തമ്മിലുള്ള ഡിഫറൻസ്? ടാലന്റ് എന്ന് പറയുന്നത് ബൈ ബർത്ത് എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹം, അതാണ് ടാലന്റ്. സ്കിൽ എന്ന് പറയുന്നത് എപ്പോ വേണമെങ്കിലും എനിക്ക് ബൈ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാനുള്ളതാണ് സ്കിൽ. ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ പ്രസന്റേഷൻ ചെയ്യണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു, പ്രസന്റേഷനും ചെയ്യുന്നു. വണ്ടി ഓടിക്കുന്ന എങ്ങനെയെന്ന് ഞാൻ പഠിച്ചു, വണ്ടി ഓടിക്കാൻ തുടങ്ങി, കുറച്ചായിട്ട് വണ്ടി ഓടിച്ചും തുടങ്ങി, പഠിച്ച് അങ്ങനെ ഓടിക്കുമ്പോഴാണ്, ഞാൻ എക്സ്പീരിയൻസ് ആവുമ്പോഴാണ് എനിക്ക് ആ സ്കിൽ ഉണ്ടാവുന്നത്, ഡ്രൈവിംഗ് സ്കിൽ. ഒരിക്കലും അത് ടാലന്റ് അല്ല, സ്കില്ലാണ്. അതുകൊണ്ട് ഇനി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയരുത്. ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല, പ്രാക്ടീസ് എടുത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സെയിൽസ് ചെയ്യാനുള്ള ടാലന്റ് ഇല്ല എന്ന് പറയുന്നത്, ഞാൻ സെയിൽസ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാലന്റ് ഇല്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിച്ചില്ല, ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പീപ്പിൾ ഹാൻഡിലിംഗ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ പീപ്പിൾ ഹാൻഡിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചില്ല, ശ്രമിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ സ്കില്ലൊക്കെ ആര് വേണമെങ്കിലും വിചാരിച്ചാലും ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരിയല്ലേ? റീറ്റെയിൻ, അടുത്തതാണ് ഏറ്റവും കാര്യങ്ങൾ. ഈ റിക്രൂട്ടിംഗ് ഒക്കെ എങ്ങനെങ്കിലും ചെയ്തു, ഈ റീറ്റെയിനിങ് വലിയ പ്രശ്നമുള്ള പരിപാടിയാണ്. ഒരു റിജക്ഷൻ വരുമ്പോ അവരെന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇനി ബിസിനസ് ചെയ്യത്തില്ല. എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഞാൻ പറഞ്ഞത് കേട്ടില്ല, അതുകൊണ്ട് ഇനി അവനുമായിട്ട് ഏതൊരു റിലേഷൻഷിപ്പും ഇല്ല എന്ന് തീരുമാനിക്കുക. അപ്പോ റിജക്ഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ആദ്യം അറിഞ്ഞിരിക്കുക എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ റിജക്ട് ചെയ്യുമ്പോൾ ആ റിജക്ഷനെ റിവെഞ്ച് ആയിട്ട് എടുക്കാനും, ആ റിജക്ട് ചെയ്ത ആള് ആരാണ് എന്ന് അവരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിജക്ഷനെ റിവെഞ്ച് ആയിട്ട് എടുക്കുക, റിജക്ട് ചെയ്തവരുടെ ലിസ്റ്റ് എടുക്കുക, എപ്പോഴാണ് റിജക്ട് ചെയ്തെന്നുള്ള ടൈം വരെ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാക്ക് ഓഫ് സ്കിൽസ്, അപ്പൊ ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ചില സ്കിൽസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഒന്ന് പ്രസന്റേഷൻ സ്കിൽ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, മൂന്നാമത് സെയിൽസ് സ്കിൽ, നാലാമത് പീപ്പിൾ ഹാൻഡ്ലിംഗ് സ്കില്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ഇല്ല, ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ വർക്ക് ചെയ്യുന്നത് ഈ ബിസിനസ്സിൽ പലരും വിജയിക്കാതെ പോയതിന്റെ ഏറ്റവും. അവരെന്തിനാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്? അവരുടെ മിഷൻ വിഷൻ എന്താണ്? അവരുടെ പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഈ കമ്പനി അവരെ എന്ത് ലക്ഷ്യങ്ങൾ കൊണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്? അവരുടെ ഇനി ഒരു 5 വർഷത്തെ വിഷൻ എന്താണ്? അവരെന്താണ് ഗോൾ പറഞ്ഞിട്ടുള്ളത്? എന്താണ് അവരുടെ പ്രത്യേകത? അപ്പൊ മാനേജ്മെന്റ് ആരാണെന്നുള്ള ചോദ്യം ആദ്യം ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് എത്ര കൊല്ലമായി? അപ്പൊ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത്, അപ്പൊ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടണം എന്നില്ല അല്ലെ, ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒന്നും ചെയ്യണം എന്നില്ല. അപ്പൊ റീസെന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? നിങ്ങളുടെ കമ്പനിയുടെ ഇൻഫ്രാസ്ട്രക്ചർ എവിടെയൊക്കെയാണ്? എന്താണ് നിങ്ങളുടെ ഐഡിയ? വാട്ട്സ് ദ ഫ്യൂച്ചർ? അപ്പൊ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിക്കാം. അല്ല 10 കൊല്ലമായ കമ്പനി ആണെങ്കിൽ ഈ 10 കൊല്ലം കമ്പനിയുടെ ടേൺ ഓവർ എന്തായിരുന്നു?
ഈ 10 കൊല്ലത്തിൽ കമ്പനിക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, എവിടെയൊക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഈ 10 കൊല്ലം കൊണ്ട് കമ്പനി എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുള്ളത്, ഈ 10 കൊല്ലത്തിൽ അവർ വാങ്ങിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ്സ് എന്താണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു റെക്കഗ്നേഷൻ എന്താണ്. അപ്പൊ ഇത് രണ്ടാമത്തെ ചോദ്യം. പലരും ചോദിക്കുന്നത് കമ്പനി മാനേജ്മെന്റ് ഒക്കെ, പിന്നെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നാലാമതാണ് കോമ്പൻസേഷൻ പ്ലാൻ. അപ്പൊ മാനേജ്മെന്റ് കഴിഞ്ഞു, കമ്പനി കഴിഞ്ഞു, പ്രോഡക്റ്റ് കഴിഞ്ഞു, അതിനുശേഷമാണ് പ്ലാൻ. പ്ലാനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ